ഭയമില്ല, പക്ഷപാതമില്ല, വിട്ടുവീഴ്ച ഒട്ടും ഉണ്ടാകത്തില്ല. ഇത് റിയാലിറ്റി ബൈ ശാരികയാണ്. ഷഫീന ബീവിക്കെതിരെയുള്ള എൻ്റെ പോരാട്ടം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനൊരു വീഡിയോ, അവർ ചെയ്തൊരു വീഡിയോ കണ്ടിരുന്നു. വേറെ ആരെക്കുറിച്ചുമല്ല, സീസൺ 6 മത്സരിച്ച ഒരു ടോപ്പ് കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചാണ് അവരൊരു വീഡിയോ ഇന്ന് ചെയ്തിരിക്കുന്നത്. ആ പെൺകുട്ടി, അതൊരു പെൺകുട്ടിയാണ്, തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ. അവരൊരു വ്ളോഗറായിരുന്നു, ലൈഫ് സ്റ്റൈൽ വ്ളോഗറായിരുന്നു. അവർ ഒരുപാട് മില്യൺ വ്യൂസ്, ഫോളോവേഴ്സൊക്കെ ആയിട്ട് അവർ വളരെ ആഘോഷത്തോടെ ബിഗ് ബോസിലേക്ക് കയറിപ്പോയ ഒരു വ്യക്തിയാണ്. അതിനുശേഷം അവിടെ ഒരു ലവ് കോംബോയുടെ പേരിൽ, ഒരു ലവ് കോംബോ എന്ന ഒരു ആക്ട്, അതിൻ്റെ പേരിൽ അവർ കുറേ പഴികൾ കേൾക്കുകയും അവരുടെ ലൈഫും അവരുടെ ജീവിതമൊക്കെ കുറേ പ്രശ്നങ്ങൾ അതിലേക്ക് വരികയും, കാരണം അവരെ വിറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾ ഒരുപാട് കാശുണ്ടാക്കുകയും ചെയ്തു. എന്തായാലും അപ്പോൾ ആ കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് ഷഫീന ബീവി എന്ന മൃഗം, സൈബർ മൃഗം ഇരുന്ന് കുരച്ചുകൊണ്ടിരിക്കുന്നത്. അവരും അതിനകത്തുണ്ടായിരുന്ന വേറൊരു കണ്ടസ്റ്റൻറ്റും തമ്മിൽ ലവ് അഫെയർ ആയിരുന്നെന്നും, അവർ ലിവിങ് റിലേഷൻഷിപ്പാണ്, അവരൊരുമിച്ച് ട്രാവൽ ചെയ്യുന്നു, അവരൊരുമിച്ച് വ്ളോഗുകൾ ചെയ്യുന്നു, ഇപ്പോൾ അവർ തമ്മിൽ തെറ്റിയത്ര, അതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കണ്ടസ്റ്റൻ്റ് എന്ത് മനസ്സിലാക്കണം? ലേഡി കണ്ടസ്റ്റൻറ്റ് സൂക്ഷിച്ചും കണ്ടും ഒരാളെ സ്നേഹിക്കുക, ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ആകുമെന്നൊക്കെ ഒരു ഉപദേശത്തിലാണ് അമ്മച്ചി പറയുന്നത്. അതായത് പിന്നെയും ആ പെൺകുട്ടിയെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുവാണ് അമ്മച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആ പെൺകുച്ചിനെ വെച്ച് ഏറ്റവും കൂടുതൽ, ഞാൻ പേര് പോലും ഞാൻ അവളുടെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ സീസൺ 6 കണ്ടസ്റ്റൻറ്റിനെ ആരും മറക്കാൻ സാധ്യതയില്ല. സോ അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെയും അവരുടെ ആ ലവ് കോംബോ അഭിനയിച്ച ആ ചെക്കനെയും വെച്ച് ഇഷ്ടം പോലെ അലിഗേഷൻസ് ഉണ്ടാക്കി ഒരുപാട് കാശ് തിന്ന ഒരു സീസണാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയ ടാബ്ലോയിഡ്സുകൾക്ക് ഇഷ്ടം പോലെ കാശ് വാരിയ ഒരു സീസണായിരുന്നു സീസൺ 6. ഇവരെ വെച്ച് മാത്രം അവരിറങ്ങിക്കഴിഞ്ഞിട്ടോ ആ പെൺകൊച്ചിൻ്റെ ജീവിതം വെച്ച്, അവരെ വെച്ച് പറയാൻ പാടില്ലാത്ത മുഴുവൻ പറഞ്ഞ ആ പെൺകുട്ടി ഏതോ ഒരു സ്റ്റാൻഡേർഡ് ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്തുള്ളൂ, ഒരേ ഒരു ഇൻ്റർവ്യൂ ആ പെൺകൊച്ചിയെ കൊടുത്തിട്ടുള്ളൂ. അത് കൃത്യമായിട്ട് ആ പെൺകൊച്ചിനെ അത് പറയുന്നുണ്ട്. അവൾ ഒറ്റയാൾ പോരാട്ടത്തിന് ഇറങ്ങുകയും ഈ ഷഫീന ബീവിക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും അവർക്കെതിരെ പ്രസിഡന്റ് ഡിഫമേഷൻ്റെ എല്ലാ വീഡിയോസും അവൾ റിമൂവ് ചെയ്യുകയും ചെയ്യാൻ മിടുക്കിയാണ് അവൾ. പക്ഷേ ഒരാളുടെ മനസ്സിൽ നൽകുന്ന മുറിവുകളുണ്ടല്ലോ ഈ വാക്കുകൾ കൊണ്ട്, അവരെ അറിയാത്ത, ബിഗ് ബോസിൻ്റെ മറ്റൊരു കറുത്ത മുഖം അറിയാത്ത കുറേ ഉണ്ണാമന്മാരിരുന്നുണ്ട് ഇവിടെ ഇതിനകത്ത് ഉണ്ണുന്നുണ്ട്. സീരിയസ്ലി ഞാൻ പറയാം, ബിഗ് ബോസിനെ കുറിച്ച് പറയാൻ അധികാരമുള്ള ഒരേ ഒരു വർഗ്ഗം അവിടെ പോയി പങ്കെടുത്ത കണ്ടസ്റ്റൻസ് മാത്രമാണ്. നിങ്ങൾ പൊട്ടന്മാരാണ്. നിങ്ങൾ പൊട്ടന്മാരെ പോലെ ആട്ടം കൊണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ടീമുകളാണ് നിങ്ങൾ. ഞാൻ സീരിയസ്ലി ഞാൻ പറയുവാണ്, നിങ്ങൾ എന്തെങ്കിലും പറയാൻ, ഒരു റിവ്യൂ ചെയ്യാനോ ഞാൻ പറയാണ്, റിവ്യൂ ചെയ്യാൻ നിങ്ങൾ മാന്യമായിട്ട് അസംഷൻ, അതായത് നിങ്ങൾക്ക് അങ്ങനെ ആവാം, ഇങ്ങനെയാണ്, ഇങ്ങനെ ആവാം എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അതല്ലാതെ അവരിങ്ങനെയാണ്, ഇങ്ങനെ തന്നെ ആവണം എന്ന് പറയാനും അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നോ, അവിടെ കയറുമ്പോൾ ഓരോ മത്സരാർത്ഥിക്കും സംഭവിക്കുന്നത് എന്താണെന്നോ, മാനസികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഫിസിക്കലി സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. അത് പറയാൻ അധികാരമുള്ള ഒരേ ഒരു വർഗ്ഗം ഈ ലോകത്തുള്ളൂ. ആ സീസൺ 7 വരെ പങ്കെടുത്ത കണ്ടസ്റ്റൻസിന് മാത്രമാണ് അത് പറയാൻ റൈറ്റ്. അത് പറയാൻ ചങ്കൂറ്റവും തൻ്റെടവും ധൈര്യവും വാക്സാമർത്ഥ്യമുള്ളവർക്ക് മാത്രമേ അത് പറയാനും പറ്റത്തുള്ളൂ. കാരണം അതിനകത്ത് പങ്കെടുക്കുന്നവരെല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരല്ല. ഓൾമോസ്റ്റ് ആൾക്കാരും ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ പാട്ടുകാരോ സംവിധായകരോ സിനിമാ നടന്മാരോ ഒക്കെ ആയിരിക്കും. എ ഫ്യൂ പീപ്പിൾ ആർ അങ്ങനെയുള്ളൂ. എൻ്റെ സീസണിൽ ഞാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ. എനിക്ക് തോന്നുന്നില്ല മസ്താനിയൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവരൊക്കെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് സെറ്റിലായിട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർക്കിതല്ല പണി. ഒരു ഷീസൺ ഇൻ്റർവ്യൂ എനിക്ക് ചെയ്യാം, എനിക്ക് ചാനലുണ്ടല്ലോ, എനിക്ക് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകൊച്ചിനെ പിന്നെയും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവളുടെ ജീവിതം അതായത് ആ ബിഗ് ബോസിൽ വെച്ച് ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ ആ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് അവളെക്കുറിച്ച് പറഞ്ഞവളാണ് ഈ ഷഫീന ബീവി എന്ന് പറഞ്ഞ സൈബർ ആനിമൽ. ഇതിനെല്ലാം ജനങ്ങളോട്, നിയമത്തോട് നിങ്ങൾ മറുപടി പറയേണ്ട ഒരു ദിവസം സ്ത്രീയെ അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഓർത്തോ. ഇതിനെല്ലാം ഇപ്പോൾ ആ പെൺകുട്ടി ചെയ്തത് സീസൺ 6 ആ പെൺകുട്ടി ചെയ്തത് എന്താണ് തെറ്റ്? അവൾ സീസൺ 6 പോയി ഗെയിം ചെയ്തു. ആ ഗെയിം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞ് 3-ാമത്, അതായത് 6, 7, 8, 8ാമത് സീസണായി. 2 വർഷം കഴിഞ്ഞിട്ടും പിന്നെയും സീസൺ തുടങ്ങാറായപ്പോൾ ആ പെൺകൊച്ചിനെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നിരിക്കുവാണ്. അയ്യോ തേച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരുപാട് സെലിബ്രിറ്റികളുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് 2, 3, 4 കെട്ടുന്നവരുണ്ട്, ഇന്നലെ കെട്ടിയിട്ട് ഇന്ന് ഡിവോഴ്സ് ആകുന്ന ആൾക്കാരുണ്ട്. എന്തിനാ ഈ മഹത്വം പറയുന്ന ഷഫീന ബീവി എത്ര കെട്ടിയിട്ടുണ്ട്? എത്ര കെട്ടിയിട്ടുണ്ട്?
അറിയാവോ കെട്ടിയന്മാരുടെ പേരുകളൊക്കെ? അറിയാവോ? എനിക്കറിയത്തില്ല. എത്ര കെട്ടിയിട്ടുണ്ട്? അതിന് അങ്ങനെ സഭ്യമല്ലാത്ത ഭാഷ സംസാരിച്ച് അങ്ങനെ ഇരുത്താനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, അപ്പം നിങ്ങൾ കെട്ടിട്ടുണ്ട്, നിങ്ങൾ എത്ര പേരെ തേച്ചിട്ടുണ്ട്? ഇപ്പോഴും നിങ്ങൾ എത്രയോ പേരെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചാറ്റിന്റെ പേരിലും അവരുടെ പാസ്റ്റിന്റെ പേരിലും നിങ്ങൾ എത്രയോ പേരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും ആരും അറിയില്ല എന്ന് നിങ്ങൾ കരുതരുത്. എക്കാലവും ചക്ക വീണ് മുയൽ ചാവത്തില്ല. മനസ്സിലായോ? എക്കാലവും മുയൽ ഉറങ്ങി പോകത്തുമില്ല, എക്കാലവും ആമ ജയിക്കത്തുമില്ല. അത് മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. അപ്പൊ പിന്നെ ആ പെങ്കൊച്ചിനെ വലിച്ചുകൊണ്ട് വന്ന് അവള് ഒരുവിധം കേസൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് ഇപ്പോഴും ആ പെങ്കൊച്ചിനെ വെച്ചിട്ടാണ് അവൾ ഇന്ന് കഴിഞ്ഞ വീഡിയോ, ഇപ്പോൾ അവളിട്ട ഒരു മണിക്കൂർ വീഡിയോ കേണ്ട 37K 40K കണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും ആ പെങ്കൊച്ചിനെ വെച്ചിട്ടാണ് അവൾ കാശ് വലിക്കുന്നത്. സീസൺ 7 അങ്ങനെ അവൾക്ക് പറയാൻ മാത്രം ഒന്നുമില്ല, വലിച്ചീറാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സീസൺ 6 ഉണ്ടായിരുന്നു. കാരണം സീസൺ 7 ലവ് കോംബോ ഇല്ലായിരുന്നു. അതുകൊണ്ട് വലിച്ചീറാനും ജീവിതം എനിക്ക് തോന്നുന്നു സീസൺ 7 മാത്രമായിരിക്കും പിന്നെ കപ്പിൾസ് തമ്മിൽ അവരുടെ ഫാമിലി ലൈഫിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഡിവോഴ്സ് ഒന്നും സംഭവിക്കാതെ സന്തോഷമായിട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ചിലപ്പോൾ ഇനാഗുറേഷൻസ് കുറവായിരിക്കും, പ്രോഗ്രാംസ് കുറവായിരിക്കും, എന്നാലും ഞങ്ങളുടെ ആടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായില്ല. പക്ഷേ സീസൺ 6 വരെ അങ്ങനെയല്ല. എത്ര പേര് ഡൈവോഴ്സിലെത്തി, എത്ര പേരുടെ ജീവിതം കോഞ്ഞാട്ടേക്കി. ഇതൊന്നും അവിടെ പങ്കെടുത്ത മത്സരാർത്ഥികളുടെ കയ്യിലിരിപ്പുകൊണ്ടാണോ? അവരവിടെ ആ 100 ദിവസവും 50 ദിവസവും 60 ദിവസവും അന്തസ്സായിട്ട് അവർ കളിച്ചു. അതിന്റെ പേരിൽ പുറത്ത് കാണിച്ചു കൂട്ടിയ തോന്നിയവാസങ്ങളുടെ പേരിലാണ് പല കുടുംബങ്ങളും ബ്രേക്കപ്പ് ആയി പോയത്. പല റിലേഷൻഷിപ്പ് ഹാപ്പി ആയിട്ട്, അതായത് ഹണിമൂണിന് പോകുന്ന പോലെ ഭാര്യമാരെയോ ഭർത്താക്കന്മാരെയോ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി വിട്ടിട്ട് എന്താ പറയുക, പിന്നെ തിരിച്ചു വന്നത് അവരെങ്ങനെയാണ്? ഡിവോഴ്സ് പേപ്പറെ സൈൻ ചെയ്യാനായിട്ട്. എത്ര ജീവിതങ്ങൾ കൂട്ടിച്ചോറാക്കി നിങ്ങളുടെ ഡബിൾ മീനിങ് കളിയും. നിങ്ങൾ ഇല്ലാത്ത, അതായത് അമ്മയുടെ പ്രായമുള്ള ആൾക്കാരെ വെച്ച് മകന്റെ പ്രായമുള്ള ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പ് സ്ഥാപിപ്പിക്കുക. എന്നിട്ട് ആ ബിഗ് ബോസ് ഒരിക്കലും ലൈവ് അല്ലാത്ത ക്ലിപ്പുകൾ പുറത്തുവിടുന്ന ബിഗ് ബോസ്. അതായത് ലൈവ് എന്ന് പറഞ്ഞ സാധനമല്ല അവിടെ നടക്കുന്നത്. അവിടെ 8 മണിക്കൂർ തലേന്നത്തെ എപ്പിസോഡ് കട്ട് ചെയ്ത് അവർക്ക് സ്വന്തമായിട്ടുള്ള എഡിറ്റ്സ് കയറ്റി വിട്ടിട്ടാണ് അവർ പുറത്തു വിടുന്നത്. അതിനെ വെച്ച് ഓരോരുത്തരുടെ ജീവിതം തകർത്ത് കളഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇവിടെ, മാന്യന്മാര്, മഞ്ഞക്കാര്. അതിലേറ്റവും പ്രമുഖയായിരുന്നു ഈ ഷഫീന ബീവി എന്ന് പറഞ്ഞ മനുഷ്യമൃഗം, സൈബർ റേപ്പിസ്റ്റ്. അതിപ്പോൾ അവള് വലിച്ചു ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ പെങ്കൊച്ചിന്റെ ജീവിതം അവളായിട്ട് ചവിട്ടി മെതിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്ത അവൾ വെച്ച് കുറെ കാശ് നീ ഉണ്ടാക്കിയില്ലേ? ഇനിയെങ്കിലും നിനക്ക് നിർത്തിക്കൂടെ? നീ നിർത്തും, നീ ഉടനെ ഇത് നിർത്തും. നീ ഒരുപാട് കാലം IP അഡ്രസ്സ് മാറ്റി വെച്ച്, ഫിൻലാൻഡർ IP അഡ്രസ്സും വെച്ച്, നീ താമസിക്കാത്തടത്ത് നിന്റെ ഉമ്മയും താമസിപ്പിച്ച്, പിന്നെ നീ മാറി മാറി ഫ്ലാറ്റുകളിലും കഴിഞ്ഞ് നീ എക്കാലവും കാറിലും ഇരുന്ന് എക്കാലവും നീ സുഖിക്കുമെന്ന് നീ കരുതണ്ട ഷഫീന. നീ കരുതണ്ട. നീ ഒരുപാട് പേരുടെ, നിന്നെക്കുറിച്ച് ഞാൻ പഠിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ആളല്ലെന്നും നിന്റെ പുറകിൽ ഒരുപാട് പേരുണ്ടെന്നും നിന്റെ കളികൾ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായെന്നും നീ ഏത് ചന്തക്കളികളും കളിക്കുമെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ നിന്നെ വെല്ലുവിളിക്കൊന്നുമല്ല. നിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ നിയമത്തിന്റെ മുമ്പിൽ നിന്നെ കൊണ്ടുവന്നിരിക്കും. എന്നെപ്പോലെ ഈ പറയപ്പെടുന്ന ആത്മാർത്ഥമായിട്ട് വർക്കുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ പിന്നിൽ. ഈ ഒരുപാട് കാലം ഇങ്ങനെ ആൾക്കാരെ വലിച്ചീറി അവരുടെ കുടുംബത്തിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി ഇനി ആൾക്കാർക്ക് ബിഗ് ബോസിൽ പങ്കെടുക്കണ്ടേ? ഇനി ഒരുപാട് പാവപ്പെട്ട കോമണേഴ്സ് ആണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പോകുന്നത്. അവരെ വെച്ച് ചാനലുകാര് മറ്റേ എന്താ പറയുന്നത്, ഇത് നടത്തിപ്പുകാർ എന്തൊക്കെ കാണിക്കുന്നത് തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ, എന്തൊക്കെ സാധനങ്ങൾ പുറത്തോട്ട് വിടുമെന്ന്. പക്ഷേ അവർ പുറത്തുവിട്ട സാധനങ്ങളെ എങ്ങനെ മഞ്ഞയടിച്ച് ഇറക്കാമെന്ന് ചിന്തിച്ചിരിക്കുന്നവന്മാരാണ് പുറത്തിരിക്കുന്ന യൂട്യൂബേഴ്സ്. കാരണം സാറ്റലൈറ്റ് ചാനലുകൾക്ക് ഈ പണിയില്ല. എന്തായാലും അതുകൊണ്ട് അവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. യൂട്യൂബേഴ്സാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന മത്സരാർത്ഥികൾക്ക് കൂടെ വേണ്ടി ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോകളൊന്നും ആർക്കൂടെ പങ്കെടുക്കണ്ടേ? ഒരു ഗെയിം ഷോ ആണ് അവിടെ നടക്കുന്നത്. അത് മനസ്സിലാക്കി ആ സീസൺ കഴിഞ്ഞത് വിടുക. അതിന് പകരം ഒരു പെൺകുട്ടി, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിട്ട ഒരു വ്യക്തിയാണ് ആ പെൺകുട്ടി. അവളുടെ കഷ്ടപ്പാടുകൾ, അവൾ അന്തസ്സോടുകൂടി ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്ത് ബിഗ് ബോസിലേക്ക് ആടിപ്പാടി കയറിപ്പോയ പെങ്കൊച്ചിനെ പഞ്ഞിക്കിട്ട് വലിച്ചു കീറി പുറത്തിറക്കിയവരാണ്. അത് ചെയ്ത ചാനലും, ചാനൽ ഞാൻ പറയത്തില്ല, അത് ചെയ്ത ഷോയും. ആ ചാനൽ വേറെ കുറേ ഷോ ഉണ്ടല്ലോ, പക്ഷെ ഈ ഷോയിലൂടെയാണല്ലോ ആ പെങ്കൊച്ചു പോയത്. ആ ഷോയും അതിനെ വലിച്ചു കീറാൻ ആണിയടിക്കാൻ നിന്ന കുറേ ഉണക്ക വ്ളോഗർമാർ. ആ കൂട്ടത്തിൽ മെയിനാണ് ഈ ചഫീന ബീവി. അതുകൊണ്ട് ചഫീന, ഇനി നീ ഈ പേരും പറഞ്ഞ് ഇവിടെ ഇരുന്ന് കുരച്ചാൽ, നീ കുരയ്ക്കും, ഇനിയും കുരയ്ക്കും. നീ കുര ഇതുവരെ നിർത്തിയിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുവാണ് ഇതിൻ്റെ ഫൈനലായിട്ട്, അണയാൻ പോകുന്നത് ഈ ആളിക്കത്തുമെന്ന് കേട്ടിട്ടില്ലേ? നീ ചെയ്തോ?
പക്ഷെ പിന്നെ ആ പെൺകൊച്ചിനെ വലിച്ചിട്ട് ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അവള് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അവളോട് ചോദിക്കാനുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ട് നമ്മൾ കാണും. വലിയ താമസമില്ല, നമ്മൾ നേരിട്ട് കാണും ഷഫീന, അതിൽ ഒരു സംശയവും ഇല്ല.